ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെൽസി വേഴ്സ് ക്രിസ്റ്റൽ പാലസ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര പഠിച്ചാലും മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ടോപ്പ് 4 അത്രയും ടൈറ്റിൽ റൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇതുപോലെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി 20 മാച്ചസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വെറും 35 പോയിന്റുമായിട്ടാണ് 4ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി ഇപ്പോൾ റീസെൻ്റ്ലി കളിച്ച 2 മാച്ചസിലും അത്യാവശ്യം നല്ല കംപാക്ക് വരുന്നതായിട്ട് എനിക്ക് മാൻ സിറ്റിയുടെ ഒരു മാച്ചസ് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം മാൻ സിറ്റി പഴയ ഒരു ഫോമിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെൽസിക്കായാലും ആർസണലൊക്കെ ആയാലും നല്ലൊരു അടി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 മാച്ചസ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുമോ? എൻസോയുടെ കാര്യമായാലും നിക്കോളാസ് ജാക്സൺ, ജെയ്ഡൻ സാൻചോ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അത്യാവശ്യം എനിക്ക് കുറച്ചുകൂടി ഇമ്പാക്റ്റ് കൊണ്ടുവന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാനുള്ള കാരണം. പക്ഷേ ചില മാച്ചസ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലെയർ ഗ്രൗണ്ടിൽ ഉണ്ടോ എന്ന് നോക്കിക്കാണേണ്ട അവസ്ഥയിലാണ് ചെൽസിയുടെ ഒരു ലെവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് 4 വരെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.